എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂർ യാത്രയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ആദ്യം കാണുന്നത് തേക്ക് മ്യൂസിയം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷം പഴക്കമുള്ള തേക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മ്യൂസിയത്തിൽ തേക്കുകൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറുകളും ഇതിനൊക്കെ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മ്യൂസിയത്തിൽ കാണാം. ഇവിടെ കാണുന്നത് ഒറിജിനൽ തേക്കുകളാണ് ഈ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാലപ്പഴക്കവും വർഷവും കാര്യങ്ങളും ഹൈറ്റ് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇറങ്ങുന്ന ഒരു മനോഹരമായ ഒരു ഉദ്യാനമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ മനോഹരമായ ഒരു പ്ലേ ഏരിയ തന്നെ കുട്ടികൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. വള്ളികൾ നിറഞ്ഞ ഒരു വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളാണ് ഇവിടെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് കഴിയുമ്പോൾ ഒരു ടവർ ഉണ്ട്. അത് തൊട്ടപ്പുറത്ത് ഹെർബൽ ഗാർഡൻസ് ആണ് കാണുന്നത്. അതിൻ്റെ മനോഹരമായ ചുവർച്ചിത്രങ്ങളും ആ ഒരു ടവർ പോയിന്റിലോട്ട് മുകളിൽ ചെന്നിട്ട് ആ ഒരു വിശാലമായ ഗാർഡൻ പൂർണ്ണമായി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത് പോകുന്ന കനോലി പോർട്ടിലോട്ടാണ്. ഇത് തേക്കുകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ചെറിയൊരു പുഴയുണ്ട്. അപ്പോൾ അത് കടന്നിട്ട് വേണം നമുക്ക് കനോലി ബോട്ടിലോട്ട് പോകാൻ. അപ്പോൾ അവിടെ ഒരു പഴയ കാലത്ത് ചെങ്ങാടം എന്നൊക്കെ പറയുന്ന രീതിയിൽ ബോട്ടെല്ലാം മോട്ടോർ ഉപയോഗിക്കുന്നില്ല. അതിനൊരു കയറ് കെട്ടി വലിച്ചാണ് നമ്മൾ അപ്പുറത്തെ കരയിലേക്ക് പോകുന്നത്. ആ രീതിയിൽ ഓർപ്പിക്കുന്ന രീതിയിലുള്ളൊരു സർവീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനൊരു സർവീസ് ഫസ്റ്റ് ടൈമാണ്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കൂടെയുള്ളവരും വന്നവരും യാത്രക്കാരും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പം മറുകരയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിനി അതിലെ കാഴ്ചകൾ കാണാം. ഇത് എത്രയോ വർഷം പഴക്കമുള്ള ഒരു മരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ കൂടുതലായിട്ടുള്ള തേക്കുമരം മാത്രമാണുള്ളത്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ കാണുന്ന തേക്ക് മരത്തിൻ്റെ പഴക്കവും അതിൻ്റെ ഹൈറ്റും എല്ലാം ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഓരോ മരത്തിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട് ഇവിടെ കാണാൻ. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. അടുത്തത് കാണാൻ പോകുന്നത് നെടുങ്കണ്ടം മഴക്കാടുകളാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കുവാണ്. ഇപ്പം വെള്ളമില്ലാത്ത കാരണമെന്നൊക്കെ അവർ പറഞ്ഞത്. ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഏപ്രിൽ മെയ് മാസം ആയതുകൊണ്ട് നല്ല ചൂടാണ് ഇവിടെ. അവിടുന്ന് നേരെ തിരിച്ചത് നമ്മൾ അടുത്തത് ബംഗ്ലാവ് കുന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പഴയ ഒരു ബംഗ്ലാവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്ന കാരണമാണ് ഞങ്ങളത് ഫോട്ടോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൈ വാക്കാണ്. ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ്. ആ സ്കൈ വാക്കിലൂടെ ഈ കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിലൂടെ നമ്മൾക്ക് താഴെ ഇതിലൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഏപ്രിൽ മെയ് മാസത്തെ വളരെ കഠിനമായ ചൂടിൽ നിന്ന് ഈ ഒരു സ്കൈ വാക്കിലോട്ട് വന്നപ്പോഴും ഈ മനോഹരമായ ഒരു ഫോറസ്റ്റ് പോലുള്ള ഒരു അന്തരീക്ഷം നിൽക്കുമ്പം വളരെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ നേരം ഞങ്ങളിവിടെ ഈ സ്കൈ വാക്കിലൂടെ നടന്ന് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരിലെ ഒരു ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടൊരു ഫാം ഹൗസ് ആണിത്. ഇതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് കുറേ 2 വർഷം മുമ്പ് എടുത്ത വീഡിയോസാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂര്യകാന്തി പൂക്കളും കുറേ കുട്ടികൾക്കായാലും കുറേ പ്ലേ ഏരിയകളും ബോട്ട് സർവീസ് അല്ല, മറ്റേ കൊട്ടവഞ്ചി പോലുള്ള പെഡൽ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു വൈകുന്നേരത്ത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ചെറിയൊരു പഴയകാല ഗ്രാമത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ചെറിയൊരു കുളവും അതിൻ്റെ നടുക്ക് ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതൊക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പെഡൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഒരു വൺ ഡേ ട്രിപ്പാണിത്. ഇപ്പോൾ ഞങ്ങൾ നിലമ്പൂർ ഓൾമോസ്റ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ വന്ന് ആസ്വദിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിലമ്പൂരാണ്. കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾക്ക് തിരിച്ച് ഇവിടുന്ന് നല്ല ചൂടും കാര്യങ്ങളാണ് മെയ് ഏപ്രിൽ മാസങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങളും വന്ന് കണ്ട് ആസ്വദിക്കുക. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.